ഭദ്രാസൻ ചുമതലയിലായിരിക്കുന്ന സുനു ജോയ്, ട്രഷററായിരിക്കുന്ന ലിനി ശങ്കരത്തിൽ കൊച്ചമ്മ, ഇതിൻ്റെ ഭാഗമാകുവാൻ അമേരിക്കയിൽ നിന്നും മറ്റേതെങ്കിലും ദേശത്തിൽ നിന്നും ഇതിനകത്ത് ഭാഗമാകുന്നെങ്കിൽ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സന്തോഷത്തോടെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഒരു വലിയ ഔദ്യോഗികമായ സ്വാഗതമൊക്കെ ലഭിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. എൻ്റെ സ്വദേശമൊക്കെ പരിചയപ്പെടുത്തി, കഴിവുകൾ എത്രയൊക്കെ ഉണ്ടെന്ന് കൃത്യമായിട്ട് അളന്ന് കോരിയെടുത്തു. വളരെ സന്തോഷം. നല്ല വാക്കുകൾക്ക് മുമ്പിൽ നമ്രശിരസ്കനാകുന്നു. ഈ വിഷയം നമുക്കറിയാം, ഇത് പലപ്പോഴും ക്രൈസ്തവ ലോകം പരിചയപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ്. എന്നാൽ സാധാരണ വിശ്വാസ സമൂഹം ഭയത്തോടെ കാണുന്നതുമായൊരു വിഷയമാണ് എസ്കറ്റോളജി അല്ലെങ്കിൽ യുഗാന്ത്യശാസ്ത്രം. അത് നമ്മളിന്ന് പഠിക്കുന്നത് ഒരു പുസ്തകത്തെ മാത്രം ക്രമപ്പെടുത്തിക്കൊണ്ടാണ്. ഞാൻ ഇതിനു വേണ്ടി ഉദ്ദേശിച്ചത് ലോകമറിയുന്ന ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛൻ, സെമിനാരിയിലെ പ്രഗത്ഭരായ അധ്യാപകർ, അവരെയൊക്കെയാണ് പലപ്പോഴും ചുമതലപ്പെട്ടവർ ആഗ്രഹിച്ചതെങ്കിലും അത് അവരുടെ സമയക്രമീകരണം അനുസരിച്ചും നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ചും നടക്കാതെ വന്നപ്പോൾ ഇത് മാത്രം ഒരു കടമായിട്ട് ഈ വർഷം കിടക്കേണ്ടത് ആവശ്യമില്ലല്ലോ എന്ന് ചുമതലപ്പെട്ടവർ ചിന്തിച്ചപ്പോഴാണ് അവസാനം അത് ഐസക് ബി പ്രകാശ് അച്ഛൻ കൈകാര്യം ചെയ്യട്ടെ എന്നൊരു ചിന്തയിലേക്ക് കടന്നു വന്നതും ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ വെളിപാട് പുസ്തകം നമ്മൾ വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ പൊതുവായൊരു ധാരണ. വായിക്കുന്നത്, വേദപുസ്തകം വായിച്ച് തീർക്കാനായിട്ട് ആവേശം കൊള്ളുന്നവർ മാത്രം ഈ വെളിപാട് പുസ്തകം പലപ്പോഴും വായിച്ച് തീർക്കാറുണ്ട്. പ്രത്യേകിച്ച് ആദ്യ ഭാഗം നമുക്ക് കുറച്ചൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനകത്തുള്ള ന്യൂമറോളജിക്കൽ ചില ഓർഡറും അതിൻ്റെ വ്യാഖ്യാനങ്ങളും, പ്രത്യേകിച്ച് 366 എന്നൊരു അല്ലെങ്കിൽ 666 എന്നൊരു പദമൊക്കെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും അതിനെ ഭയത്തോടെ കാണാറുണ്ട്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ സെമിനാരി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയോട് ചേർന്നുള്ള ധർമാരാം വിദ്യാക്ഷേത്രത്തിൽ മാസ്റ്റേഴ്സ് ബിരുദം പഠിക്കാൻ ചെന്നപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയും മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടി ചില അഡീഷണൽ കോഴ്സുകൾ ചെയ്യിപ്പിക്കണം. അപ്പോൾ അക്കൂട്ടത്തിൽ ഞങ്ങളെ ആദ്യം പഠിപ്പിച്ച ചില വിഷയങ്ങളിൽ ഒന്നായിരുന്നു ബുക്ക് ഓഫ് റെവലേഷൻ. അന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഒരു അധ്യാപകൻ കടന്നു വന്നപ്പോഴും ആവശ്യമില്ലാത്തൊരു പഠനമാണ്. ഞാൻ ചെന്ന വിഷയം കൗൺസിലിംഗ് പഠിക്കാനാണ്. പക്ഷെ അദ്ദേഹം എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് എസ്കറ്റോളജി അല്ലെങ്കിൽ ദ ബുക്ക് ഓഫ് റെവലേഷൻ. അത് 1-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ ഒരു വിശകലനമായ പഠനം. അത് ജയിക്കാതെ അടുത്തൊരു കോഴ്സിലേക്ക് ചെല്ലാനും പറ്റത്തില്ല. അങ്ങനെ നിർബന്ധ മുഖേന ഈ പുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും നന്നായിട്ട് വായിക്കാനും പഠിക്കാനുമുള്ളൊരു അവസരം ഒക്കെ കൃത്യമായിട്ട് ദൈവം തമ്പുരാൻ നൽകി. അത് ഏകദേശം 24 വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നീട് പലപ്പോഴും മാറ്റിവെച്ച പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെളിപാട് പുസ്തകം. എന്നാൽ ഇന്ന് അങ്ങനെ മാറ്റിവെച്ചൊരു പുസ്തകത്തെ വീണ്ടും ഹൃദയത്തോട് ചേർത്ത് വെച്ച് വായിക്കുവാനും വിശകലനം ചെയ്യുവാനും ഒരു അവസരം ലഭിച്ചത് സന്തോഷത്തോടെ ഓർക്കുകയാണ്. 2 വാക്കുകൾ ഇതിനകത്ത് കൃത്യമായിട്ടുണ്ട്: എസ്കറ്റോളജി ആൻഡ് റെവലേഷൻ. ആ സെന്റൻസിനകത്ത് ഇങ്ങനെയുണ്ട്: ദ എസ്കറ്റോളജിക്കൽ ടീച്ചിങ്സ് ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ബുക്ക് ഓഫ് ബൈബിൾ. വാട്ട് യു മീൻ ബൈ എസ്കറ്റോളജി? പദം പലപ്പോഴും നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. ഇന്നും ഞാൻ പള്ളിയിൽ വന്ന ടീനേജേഴ്സിനോട് വെറുതെ ഇങ്ങനെ ചോദിച്ചു, വാട്ട് യു മീൻ ബൈ എസ്കറ്റോളജി? അപ്പൊ അങ്ങനെ ഒരു വാക്കുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. എന്നാൽ ഉടൻ തന്നെ നമ്മുടെ ഗൂഗിൾ അമ്മ നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ട് ഗൂഗിളിനകത്ത് ചകഞ്ഞിട്ട് കുറെ വാക്കുകളൊക്കെ എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അത്രയും ഒരു ത്വര മനുഷ്യർക്കുണ്ട്. എസ്കറ്റോളജി എന്ന് പറഞ്ഞാൽ എ ബ്രാഞ്ച് ഓഫ് തിയോളജി കൺസേൺഡ് വിത്ത് ദ ഫൈനൽ ഇവന്റ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഓർ ഹ്യൂമൻ കൈൻഡ്. അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് പഠിക്കുന്ന യഥാർത്ഥത്തിലൊരു വിഷയമെന്ന് പറയുന്നതിനേക്കാളും ഇറ്റ്സ് എ തിയോളജിക്കൽ ബ്രാഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. ദൈവശാസ്ത്രത്തിൽ പെടുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ഈ എസ്കറ്റോളജി എന്ന വാക്ക്. യുഗാന്ത്യം പ്രധാനമായിട്ട് ഇസ്ലാം മതത്തിലും ജൂയിഷ് മതത്തിലും ഈ വിഷയത്തെക്കുറിച്ച് അഗാധമായി പഠിക്കാറുണ്ട്. അവരുടെ വിശ്വാസ സംഹിതകളിൽ അല്ലെങ്കിൽ ഡോക്ട്രിൻസിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് ദ എസ്കറ്റോളജിക്കൽ ടീച്ചിങ്സ് ഇൻ കണക്ഷൻ വിത്ത് ജൂയിഷ് കൾച്ചർ ഓർ ജൂയിഷ് റിലീജിയൻ ഓർ സംതിങ് കണക്റ്റഡ് വിത്ത് ഇസ്ലാം. എന്നാൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രാമാണിക ഗ്രന്ഥം
റെവലേഷൻ, ദ ബുക്ക് ഓഫ് റെവലേഷൻ എന്ന ആ ഒരു ബേസ്മെന്റിൽ നിന്നുകൊണ്ട് ദൈവം കാണിച്ചു തന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ യുഗാന്ത്യം എന്താണെന്ന് പഠിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരമാണ് എസ്കറ്റോളജി. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ എ ബിലീഫ് കൺസേണിംഗ് ഡെത്ത്, ദ എൻഡ് ഓഫ് ദ വേൾഡ് ഓർ ദ അൾട്ടിമേറ്റ് ഡെസ്റ്റിനി ഓഫ് ഹ്യൂമൻ കൈൻഡ്. ഒരു മനുഷ്യന്റെ ജീവിതം എപ്രകാരം അവസാനിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ചത്തിന്റെ അസ്തിത്വം എന്ന് അവസാനിക്കും, അതിൽ നിന്ന് പുതുതായിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ എപ്രകാരം നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ വാക്കിനെ പഠിക്കാനായിട്ട് ഞാൻ പുസ്തകങ്ങളും അത്യാവശ്യ രചനകളും ഒക്കെ ശ്രദ്ധിച്ചപ്പോൾ കിട്ടിയൊരു കാര്യം, യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ലോകത്തിനൊരു പുതിയ കാലഘട്ടം സമ്മാനിക്കുക. അതുവരെ BC ആയിരുന്നു. അതിനുശേഷം അനോ ഡൊമിനി AD എന്നൊരു കാലഘട്ടം, ബിഫോർ ക്രൈസ്റ്റും AD, ഇത് രണ്ടും മാറിക്കഴിഞ്ഞത് കർത്താവിന്റെ ജനനത്തോടു കൂടിയാണ്. ആ ജനനം കഴിഞ്ഞ് സ്വർഗാരോഹണത്തിന് ശേഷം കർത്താവ് കൊടുത്തൊരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനത്തിന്റെ പരിപൂർണതയാണ് യഥാർത്ഥത്തിൽ ഈ എസ്കറ്റോളജിക്കൽ ടീച്ചിങ്ങിന്റെ പഠനത്തിന്റെ സാധ്യത തുറക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. സോ ദാറ്റ് ഈസ് സംതിങ് കണക്റ്റഡ് വിത്ത് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ അങ്ങനെയെങ്കിൽ eschatology is the doctrine of the last things, or it is the branch of Christian theology dealing with the biblical study of end times, prophecies, and the events of the last days. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ സംഭവിക്കുവാനിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ ഭംഗിയായി നമുക്ക് പഠിക്കാൻ കിട്ടുന്ന ഒരു രൂപരേഖ, ഒരു ഔട്ട്ലൈൻ കൂടിയാണ് എസ്കറ്റോളജി. ഞാൻ ഒന്നാമത്തെ വാക്ക് തൽക്കാലം ഇവിടെ പൂർണ്ണമാക്കുക. കാരണം ഇത് പഠിച്ചാൽ ഓരോ സഭകളും ഇതിന് വ്യത്യസ്തമായ പശ്ചാത്തലം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 19th സെഞ്ചുറിയിൽ രൂപപ്പെട്ട പെന്തക്കോസ്റ്റൽ സഭകൾ ഈ വിഷയം ഒരു പ്രാമാണിക വിഷയമായിട്ട് എടുത്ത് പഠിക്കാനും എടുത്ത് പ്രസംഗിക്കാനും വ്യാഖ്യാനിക്കാനും തുടങ്ങി. പ്രത്യേകിച്ച് അതിനകത്തുള്ള വാക്കുകളും അതിനകത്തുള്ള അക്കങ്ങളും അവരെ നന്നായിട്ട് പ്രസംഗ കലയിലൂടെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുവാനുള്ള ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടാക്കി. അത് ഭയപ്പെടുത്താൻ, പ്രത്യേകിച്ച് വിശ്വാസ സമൂഹത്തെ ഭയപ്പെടുത്താൻ നന്നായി കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ ഏറെ അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഒരു ഓർത്തഡോക്സ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഭയപ്പെടുത്താനുള്ള ഒരു വിഷയമായിട്ടല്ല ഈ യുഗാന്ത്യത്തെ കാണുന്നത്. അതിന് പകരം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് അവനവന് ബോധ്യപ്പെടാനും ഈ ജീവിതം കഴിയുമ്പോൾ മറ്റൊരു ജീവിതത്തിന്റെ തുടർച്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കണം, ആ പ്രവേശിക്കുന്ന ജീവിതക്രമം എപ്രകാരമായിരിക്കണം എന്ന് ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സുവിശേഷത്തോടൊപ്പം ക്രൈസ്തവ സഭയുടെ ആരംഭം കുറിച്ച അപ്പോസ്തല പ്രവൃത്തികളോടൊപ്പം പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങളോടൊപ്പം സാർവത്രിക ലേഖനങ്ങളോടൊപ്പം ഇങ്ങനെ ഒരു തുടർ കഥ പോലെ വായിച്ച് ഒടുവിൽ എത്തുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ വെളിപാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെന്ന് ഈ യുഗാന്ത്യ ശാസ്ത്രം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതല്ലാതെ ഇതൊരു ഭീഷണിപ്പെടുത്താനുള്ള ഒരു വിഷയമായിട്ട് വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു വിഷയമായിട്ട് ഇതിനെ കാണുമെങ്കിൽ അത് പലപ്പോഴും വിശ്വാസത്തിന്റെ വിപരീത ദിശയിലേക്ക് നമ്മളെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു രംഗം കൂടിയാണ്. ഇനി രണ്ടാമത്തെ വാക്കാണ് ദ ബുക്ക് ഓഫ് റെവലേഷൻ. സോ വാട്ട് യു മീൻ ബൈ ബുക്ക് ഓഫ് റെവലേഷൻ? നമുക്കൊക്കെ അറിയാം ഈ ബുക്ക് ഓഫ് റെവലേഷൻ എവിടെയാണെന്നുള്ളൊരു ഏകദേശ ധാരണയുണ്ട്. കാരണം ഇത് വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ മൈനർ പ്രോഫറ്റ്സിന്റെ ഇടയ്ക്കെങ്ങാണുമായിരുന്നെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടിയാണ്. കാര്യം പലപ്പോഴും ഇത് തപ്പെന്ന് കണ്ടാൽ തോന്നും വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ എന്നൊക്കെ തോന്നും. അതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ വരെയൊക്കെ അറിയാം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല, ആക്ട്സ് ഓഫ് ദ അപ്പോസ്തല. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കൺഫ്യൂഷനാണ്. ഈ റോമൻസ് അറിയാം, പിന്നെ ഹീബ്രൂസ് അറിയാം. ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ കുറച്ച് പലഹാരങ്ങൾ പോലെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ലേഖനങ്ങളുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പീറ്റർ ആണോ ജോൺ ആണോ ലേഖനങ്ങൾ ആദ്യം വെച്ചേക്കുന്നത്, അതിന് സംശയം വരും. പക്ഷെ ഒടുവിൽ ഒരു കാര്യം കൃത്യമായിട്ട് നമുക്കറിയാം, ഇറ്റ് എൻഡ്സ് വിത്ത് ദ ബുക്ക് ഓഫ് റെവലേഷൻ. അത്രയും നമുക്ക് ധാരണയുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായി ഇത് പഠിക്കാൻ. ഈ ഉൽപ്പത്തിയെ കുറിച്ച് പറയുന്നത് വേദപുസ്തകത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആരംഭം കുറിക്കുന്ന പുസ്തകമാണെങ്കിൽ വെളിപാട് വേദപുസ്തകത്തിന്റെ ഒരു സമാപന പുസ്തകമാണ്. സോ അതിനകത്ത് മറ്റൊരു പ്രത്യേകത കൂടി എനിക്ക് പറയാൻ പറ്റുന്നത്, ദ ബുക്ക് ഓഫ് ജെനിസിസ് വി ക്യാൻ സീ സംതിങ് കണക്റ്റഡ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാമിലി ലൈഫ്. അല്ലേ, ഒരു മാരേജിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുക, രണ്ടുപേരെ സംയോജിപ്പിച്ച കഥയാണ്. അതുകൊണ്ടാണ് വിവാഹ ശുശ്രൂഷയിൽ പറയും ആദ്യം
ഘട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ ഭാഗം ആരംഭിക്കുമ്പോൾ പട്ടക്കാരൻ അല്ലെങ്കിൽ പുരോഹിതൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് ആദിമനീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ എന്നും പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പൊ നല്ല രസമാണ്. ഗായക സംഘം പാടും, അച്ഛൻ അവിടെ നിൽക്കും, മണവാളനും മണവാട്ടിയും ഒക്കെ സന്തോഷത്തോടെ നിൽക്കും. പിന്നെ ഹൗവയോട് ആദാമിനെ വാഴ്ത്തിയ അപ്പൊ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് കഴിഞ്ഞ് പുതിയ നിയമത്തിലെത്തി വെളിപാട് പുസ്തകത്തിൽ വന്നാലും അഗെയിൻ വി ആർ കണക്റ്റഡ് വിത്ത് അനദർ മാരേജ്, ദ മാരേജ് ബിറ്റ്വീൻ ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച്. അപ്പൊ ഈ ഒരു രണ്ട് വിഷയവും വേദപുസ്തകത്തിലെ ഈ രണ്ട് പുസ്തകത്തെ താരതമ്യപ്പെടുത്താനുള്ള ധാരാളം കാര്യങ്ങളിൽ പ്രധാനമായിട്ട് രണ്ടെണ്ണം ഞാൻ ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ പുസ്തകം എഴുതപ്പെട്ടത് എന്തിനെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ വ്യക്തിത്വം പൂർണ്ണമായി വെളിപ്പെടുത്തുക, വിശ്വാസികൾക്ക് മുന്നറിയിപ്പും ഒപ്പം പ്രത്യാശയുടെ ഒരു തീരം നമുക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാനും ഉള്ള ഒരു പുസ്തകമായിട്ടാണ് സഭ ഈ പുസ്തകത്തെ കാണുന്നത്. ഒന്നുകൂടെ ആവർത്തിക്കാം. ക്രിസ്തുവിന്റെ പൂർണ്ണമായ വ്യക്തിത്വം, ഓർ ദ പർപ്പസ് ഓഫ് ദ ഇൻകാർണേഷൻ ഓർ ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, ഓർ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻകാർണേഷൻ എന്നൊരു പദവും, ഒപ്പം ദർ ഇസ് സർട്ടൻ കൈൻഡ്സ് ഓഫ് വാർണിംഗ്. നമ്മൾ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്ന് തെറ്റിപ്പോകാതെ ഇരിക്കാൻ നമുക്ക് തരുന്ന ചില ചൂണ്ടുപലകകൾ, സൈൻസ് ആൻഡ് സിംബൽസ് എന്ന് വേണേൽ വിശേഷിപ്പിക്കാം. ഒപ്പം we can get a hope, we will get something connected with the term hope. ഒരു പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കുവാനും ഉള്ളൊരു അവസരം നിശ്ചയമായിട്ടും ഈ പുസ്തകത്തിലൂടെ നമുക്ക് വ്യക്തമാകുകയാണ്. അതുകൊണ്ട് ഈ പ്രത്യാശയെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ മരണത്തിനപ്പുറമായൊരു ജീവിതം ക്രിസ്തുവിനോട് കൂടിയുണ്ട്. അതെങ്ങനെയായിരിക്കും? അവിടെയാണ് സഭകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പിന്നീട് വ്യാഖ്യാനത്തിൽ കടന്നു വന്നത്. അത് എപ്രകാരമാണ്? അതൊരു മില്ലേനിയം ഇയറിനെ കുറിച്ച് പറയുന്നുണ്ട്, ക്രിസ്തുവിനോട് കൂടിയുള്ള വാസം വരുന്നുണ്ട്, റാപ്ചർ, ഇങ്ങനെ പല പദങ്ങൾ ഓരോ സഭകളും വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ അല്പം നമുക്ക് അതിനെക്കുറിച്ചൊരു ചെറിയ അസ്വസ്ഥതകളൊക്കെ വരുമ്പോഴാണ് ഈ പുസ്തകം നമ്മളൊരു പഠന വിഷയമാക്കുന്നതിന് പകരം ഇത് പലപ്പോഴും മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഈ വെളിപാട് പുസ്തകത്തോടൊപ്പം തന്നെ വേദപുസ്തകത്തിലെ രണ്ട് പുസ്തകങ്ങൾ ഇങ്ങനെയുള്ള ചില വെളിപ്പെടുത്തലുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ദ ബുക്ക് ഓഫ് ഡാനിയേൽ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ബുക്ക് ഓഫ് സഖറായ. ഈ രണ്ട് പുസ്തകത്തിലും കൃത്യമായിട്ട് ഈ വെളിപാട് പുസ്തകത്തിലെ വ്യാഖ്യാനം പോലെ ചില പ്രത്യേകമായ കാര്യങ്ങൾ യുഗാന്ത്യത്തെക്കുറിച്ച് കൃത്യമായി വെളിപ്പെടുത്തുന്നുണ്ട്. ഇനി ഇതിന്റെ ഒരു അധ്യായ വിശകലനം ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞാൽ ചാപ്റ്റർ 1 അതിനകത്ത് പറയുന്നത് യോഹന്നാൻ തന്റെ ദർശനത്തിലൂടെ കണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. ദ റെവലേറ്ററി തിങ്സ് ഹാപ്പൻ ത്രൂ ദ ലൈഫ് ഓഫ് ജോൺ ദ ഡിസൈപ്പിൾ ഇൻ പത്മോസ്, ദ ഐലൻഡ് പത്മോസ്. രണ്ടാമത് ഇപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ യഥാർത്ഥമായി പ്രപഞ്ചത്തിൽ കാണുന്ന ചില കാര്യങ്ങൾ, അതാണ് ചാപ്റ്റർ 2 and 3. ആൻഡ് ദ ഫൈനൽ വൺ സംതിങ് കണക്റ്റഡ് വിത്ത് ഫ്യൂച്ചർ, ദാറ്റ് ഈസ് ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ. അധ്യായം 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിലൂടെ അത് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ ഏകദേശം ഒരു രൂപരേഖയാണ് ഞാൻ തന്നത്. വെളിപാട് പുസ്തകം എന്ന് പറഞ്ഞാൽ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ട യോഹന്നാൻ കെംത അല്ലെങ്കിൽ ഉയർപ്പിന്റെ ദിവസം ആത്മവിവശതയിൽ, ആ കർത്തൃ ദിവസത്തിൽ ദൈവം തമ്പുരാന്റെ ചൈതന്യം കൊണ്ട് നിറഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കുന്ന യോഹന്നാൻ കർത്താവിനെ കാണുന്നതും കർത്താവിനെ കണ്ടപ്പോൾ ഉണ്ടായ ചിന്തകളും ഒക്കെ ആത്മവിവശതയിൽ നിന്ന് രചനാരൂപത്തിലേക്ക് മാറ്റപ്പെട്ടതാണ്. ഒപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നു, ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെയും വിശകലനം ചെയ്യുന്നു. ഈ രീതിയിലാണ് ഈ വിഷയത്തെ വെളിപാട് പുസ്തകത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ട് വാക്കുകൾ മാത്രമേ നമ്മൾ പഠിച്ചോളൂ. വാട്ട് യു മീൻ ബൈ എസ്കറ്റോളജി ആൻഡ് വാട്ട് യു മീൻ ബൈ റെവലേഷൻ, ദ ബുക്ക് ഓഫ് റെവലേഷൻ. ഇനി രണ്ടാമത്തെ ഒരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത് ആ ഒരു വേദപുസ്തക പശ്ചാത്തലത്തിൽ പൊതുവായിട്ട് ഈ വിഷയത്തെ എങ്ങനെയാണ് സഭകൾ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡോക്ടറിനൽ സ്റ്റഡിക്കകത്ത് എങ്ങനെയാണ് വെക്കാൻ ശ്രദ്ധിച്ചത്. അതിന് 8 പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ മാത്രം. ഇതെല്ലാം ഒരു സ്ലൈഡ് ഷോയിൽ കൂടെ തരണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ അത് കഴിഞ്ഞില്ല. അത് പിന്നീട് പറയും, ഇനി അയച്ചു തന്നാൽ മതി, ഞങ്ങൾ പഠിച്ചോളാം. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സ്ലൈഡ് ഷോ ഉണ്ടാക്കി. അടുത്ത സമയത്തല്ല, ഒരു വർഷം മുമ്പാ ഒരു സ്ലൈഡ് ഷോ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞു, എനിക്കൊന്ന് അയച്ചു തരണേന്ന്. ഞാൻ പിന്നീട് വർഷങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, പറഞ്ഞു ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്, സമയം കിട്ടിയില്ല.
അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നി വലിയ പ്രയോജനമൊന്നും അതുകൊണ്ട് ഉണ്ടാകുന്നില്ല. ഞാൻ ജസ്റ്റിഫൈ ചെയ്യുമല്ല. അതിൽ നിന്ന് നല്ലത് എനിക്ക് സമയം കിട്ടാത്തതാണ് സത്യം പറഞ്ഞാൽ. എങ്കിലും നമുക്കൊന്ന് വാക്കുകൾ മാത്രം പറയാം. സംതിങ് കണക്റ്റഡ് വിത്ത് മില്ലേനിയം എന്നൊരു വാക്കുണ്ട്. നമ്മൾ തേർഡ് മില്ലേനിയം എന്ന് പറഞ്ഞാൽ 1000 കൂടി ചേരുമ്പോഴാണ് ഒരു സഹസ്രാബ്ദ വാഴ്ച, ക്രിസ്തുവിനോട് കൂടെയുള്ള ഒരു സഹസ്രാബ്ദ വാഴ്ച കടന്നു വരുന്നു. അതിനെക്കുറിച്ചുള്ള അറിയിപ്പ്. അതാണ് ദ കൺസെപ്റ്റ് കണക്റ്റഡ് വിത്ത് ദ മില്ലേനിയം. സെക്കൻഡ് വൺ, ദ ന്യൂ ജെറുസലേം. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവോടുകൂടി ഉണ്ടാകുന്ന ഒരു പുത്തൻ യെരുശലേം. അങ്ങനെയുള്ള പാട്ടുകൾ ഇഷ്ടം പോലെ ഈ ഉണർവ് ഗീതങ്ങളായിട്ട് ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 19th സെഞ്ചുറി അല്ലെ 20th സെഞ്ചുറിയുടെ തുടക്കത്തിലൊക്കെ ധാരാളം ഉണർവ് ഗീതങ്ങൾ കടന്നു വരുമ്പോൾ അവിടെയെല്ലാം നമ്മളെ ഒരു പുത്തൻ യെരുശലേമിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വലിയ വ്യാഖ്യാനം വരുമ്പോൾ അത് വലിയ ഊർജം സഭകൾക്കും വിശ്വാസ സമൂഹത്തിനും നൽകിയിട്ടുണ്ട്. തേർഡ് വൺ, ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഈവിൾ. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ നമ്മളിപ്പോ പറയും നമ്മൾ ജീവിക്കുന്നത് ലോകത്താണ്, ലോകത്തിലെല്ലാം ഉണ്ട്. പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ ലേഖന ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവും മനുഷ്യനും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം പാപമൊഴികെ മറ്റെല്ലാ കാര്യത്തിലും ക്രിസ്തുവും മനുഷ്യനും സമന്മാരാണ്. അങ്ങനെയെങ്കിൽ ഈ കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ വരവിൽ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, പിന്നീട് വെളിപാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനം അനുസരിച്ച് പറഞ്ഞാൽ പിന്നീട് ഈവിൾ അല്ലെങ്കിൽ തിന്മ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അപ്പൊ നമ്മുടെ മനസ്സിലോ നമ്മുടെ ചിന്തകളിലോ നമ്മുടെ പ്രവർത്തന മേഖലകളിലോ തിന്മ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ദൈവ സാന്നിധ്യ ബോധത്തിന്റെ പൂർണ്ണ അറിവിൽ, പൂർണ്ണ ജ്ഞാനത്തിൽ, പൂർണ്ണ പ്രകാശത്തിൽ ജീവിക്കാൻ നമുക്കൊരു സാധ്യതയുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ദാറ്റ് മേക്സ് മോർ മീനിങ് ഫുൾ ദ എസ്കറ്റോളജിക്കൽ ടീച്ചിങ്. അപ്പൊ നമ്മൾ ഇന്ന് ജീവിക്കാനുള്ള കാരണം, നമ്മളെ പ്രത്യേകിച്ച് ഈ സെൻസ് ഓർഗനെയും നോളജിനെയും കണക്ട് ചെയ്യുന്ന ഒരു കൊച്ചു ഡെഫിനിഷൻ ഉണ്ട്. സെൻസ് ഓർഗൻസ് ആർ ദ ഗേറ്റ് വേ ഓഫ് നോളജ്. അപ്പൊ ആ നോളജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാത്തരം അറിവും വരാം. നമുക്ക് ജിജ്ഞാസ ഉണ്ടാക്കുന്ന, കണ്ണിനോ കാതിനോ മൂക്കിനോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ജിജ്ഞാസ ഉണ്ടാക്കുന്ന ഏത് തരത്തിലുള്ള അറിവുകളും കടന്നു വരുന്നത് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, അങ്ങനെ വരുമ്പോൾ അതിൽ നന്മ മാത്രം കടന്നു വരുന്ന ഒരു കാലഘട്ടം, അതിനെക്കുറിച്ചുള്ള സൂചനകളാണ് എസ്കറ്റോളജി. ആൻഡ് ദ ഫോർത്ത് വൺ, ദ ന്യൂ ഹെവൻ ആൻഡ് ദ എർത്ത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയാണ് പിന്നീട് വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ സഭകളിൽ ഉണ്ടായതും. അതിനെയാണ് അതുകൊണ്ട് ഇവിടെ നമ്മൾ ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കെല്ലാം സ്വർഗത്തിലുണ്ട്. അപ്പോൾ ആ സ്വർഗത്തെ ഈ ഭൂമിക്ക് അപ്പുറമായ ഒരു ചിന്തയായിട്ട് നമ്മൾ പരിണമിച്ചു. അതുകൊണ്ടാണ് നമ്മൾ സ്വർഗം എന്ന് പറയുമ്പോൾ അറിയാതെ എങ്ങോട്ടാണ് നോക്കുന്നത്. ചെറുപ്പം മുതലേ നോക്കി പഠിച്ചത് ആകാശത്തേക്ക് നോക്കുക. പക്ഷെ സയൻസ് പിന്നീട് തെളിയിച്ചു ഭൂമി ഒരു ഗോളാകൃതിയിലുള്ള സംഭവമാണ്, അതിന് മുകളിലുള്ള ഉപരിതലം അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ പിന്നെ എവിടെയാണ്? ഇപ്പൊ ഇലോൺ മസ്കിനോട് ചോദിച്ചാൽ ദ ന്യൂ ഹെവൻ ആൻഡ് ദ എർത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന് വേറൊരു ഡെഫിനിഷൻ കാണാം. പക്ഷെ ബിബ്ലിക്കൽ ഡെഫിനിഷൻ ഡിഫറെന്റ് ആയിരുന്നു. എന്നാൽ സഭകൾ അതിനെ വ്യാഖ്യാനിച്ചപ്പോൾ അത് വീണ്ടും വ്യത്യസ്തമായി. ദ ന്യൂ ഹെവൻ ആൻഡ് ദ എർത്ത്, ദാറ്റ് ഈസ് അനദർ സബ്ജക്ട്. ദെൻ ദ എൻഡ് ഓഫ് ദ ഡെത്ത്, ഇറ്റ് ഈസ് എ ഫിഫ്ത്ത് സബ്ജക്ട്. ദ എൻഡ് ഓഫ് ദ ഡെത്ത് എന്ന് പറഞ്ഞു, പിന്നെ മരണമില്ല, പിന്നെ അന്നേരം എന്തോ ഉള്ളത്. അപ്പൊ അന്ന് എങ്ങനെ ജീവിക്കും? അന്ന് എങ്ങനെയാണ് ജനിക്കുന്നത് മനുഷ്യര്? അന്ന് വിവാഹമുണ്ടോ? കുടുംബവാഴ്ചയുണ്ടോ? പള്ളികളുണ്ടോ? സൺഡേ സ്കൂൾ ഉണ്ടോ? ടീച്ചിങ്ങിന് പോകണോ? ട്യൂഷന് പോകണോ? ദർ ആർ സോ മെനി ക്വസ്റ്റ്യൻസ് കണക്റ്റഡ് വിത്ത് ദാറ്റ് വൺ. അപ്പൊ അതിനകത്ത് മരണം എന്ന വാക്കിനെ നമ്മൾ ഇന്ന് കാണുന്ന മൂക്കിൽ നിന്ന് ശ്വാസം പോകുന്ന മരണത്തെക്കുറിച്ചല്ല സഭ പഠിപ്പിക്കുന്നത്. അതിന് പകരം ആധ്യാത്മികമായ ജീവിതത്തിന് മരണമില്ല. കാരണം വി ആർ ഓൾവേസ് കണക്റ്റഡ് വിത്ത് ദ പ്ലെന്റിനെസ് ഓർ ദ ഫുൾഫിൽമെന്റ് ഓഫ് ഗോഡ്സ് പ്രസൻസ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ പിന്നൊരു ആധ്യാത്മിക മരണം അവിടെ ഇല്ല എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. വീണ്ടും സിക്സ്ത് വൺ, ദ റിട്ടേൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തു നമ്മളോടൊപ്പം വന്ന് വീണ്ടും വസിക്കുകയാണ്. അപ്പോഴും വീണ്ടും അടുത്ത ചോദ്യം ഉണ്ടായി. അതിലാണ് പുസ്തകങ്ങളിലൂടെ നമ്മൾ വീണ്ടും നമ്മുടെ ആശയക്കുഴപ്പത്തിലേക്ക് എത്തുന്നത്. ക്രിസ്തു നമ്മൾ ഇന്ന് വസിക്കുന്ന ഭൂമിയിലേക്കാണോ വരുന്നത്? അതോ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇലോൺ മസ്ക് പോകാനിരിക്കുന്ന ഏതെങ്കിലും ഗ്രഹത്തിലേക്കാണോ? അതോ മറ്റേതെങ്കിലും അന്യഗ്രഹത്തിലേക്കാണോ എന്നുള്ള ചിന്തകൾ വരുന്നതിനപ്പുറമായി ദൈവ സാന്നിധ്യം. ഇതുപോലെ തന്നെയാണ് പറുദീസ എന്നൊരു വാക്കിനെ പലപ്പോഴും, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ആ പറുദീസ എവിടാണ്? അപ്പൊ ആദ്യത്തെ ഏദൻ തോട്ടവും ഈ പറുദീസയും തമ്മിൽ എന്താണ് ബന്ധം? ഇങ്ങനെയുള്ള ഉത്തരം കണ്ടെത്താൻ ഇച്ചിരി പ്രയാസം തോന്നിപ്പിക്കുന്ന ധാരാളം വിഷയങ്ങൾ
ഇതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരും. അപ്പൊ ഞാനത് സൂചിപ്പിക്കുന്നു മാത്രം. ദ റിട്ടേൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അഗൈൻ ദ സെവൻത് വൺ, ദ ത്രോൺ ഓഫ് ഗോഡ്. ദൈവത്തിനൊരു സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിൽ ദൈവം ഉപവിഷ്ടനാകുന്നു. വലത് ഭാഗത്ത് ക്രിസ്തു ഉണ്ട്. അതോടൊപ്പം വിശുദ്ധന്മാരും മാലാഖമാരും ഉണ്ട്. ആ സന്നിധിയിലേക്ക് നമ്മളും എത്താൻ പറ്റും എന്നൊരു സാധ്യതയെക്കുറിച്ച് നമുക്ക് ഒരു അവസരം തരിക. ഫോർ എക്സാമ്പിൾ, 50 പേര് എക്സാമിൻ എഴുതുന്നെങ്കിൽ സാധ്യതയുണ്ട് 50 പേർക്കും പാസ്സാകാൻ. ശരിയല്ലേ? അതേസമയം 50 പേര് ഉദ്യോഗാർത്ഥികളായിട്ട് വന്നു, ഒറ്റ പോസ്റ്റേ ഉള്ളൂ കൊടുക്കാൻ. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഒരാൾക്ക് മാത്രമേ സാധ്യതയുള്ളൂ. ഇതാണ് തന്നെയാണ് ലക്ക് എന്ന വാക്കും ബ്ലെസ്സിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ലക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ 1 or 2. എത്ര പേർക്കും നിശ്ചയിച്ചിട്ടുണ്ട്, അതനുസരിച്ച് ഒരു ബ്ലെസ്സിങ് ഈസ് ഫോർ എവരി വൺ. നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പം, പ്രത്യേകിച്ച് വീട്ടിനകത്ത് അല്ലെങ്കിൽ വീടിന്റെ മുറ്റത്തിരിക്കുന്ന ചെടിക്ക് നമ്മൾ വെള്ളം ഒഴിക്കും, അതിന്റെ ലക്കി ചാൻസിന് അതിന് വെള്ളം കിട്ടുന്നത്. അതേസമയം നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ ഒരു പ്ലാവോ വാഴയോ, അല്ലെങ്കിൽ ഇവിടെ അങ്ങനെയൊന്നും മരങ്ങളില്ല എങ്കിലും ഏതെങ്കിലും ഒരു ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വലിയ വൃക്ഷം ഉണ്ടെങ്കിൽ ആ വൃക്ഷത്തിന് നമ്മൾ വെള്ളം കൊടുക്കാൻ പലപ്പോഴും അത് കുഴപ്പമില്ല, അതങ്ങ് ജീവിച്ചോളും. പക്ഷെ നമുക്ക് പ്രഷ്യസ് എന്ന് തോന്നുന്നതിന് മാത്രം കൊടുക്കുന്നതാണ് ലക്ക്. പക്ഷെ എല്ലാവർക്കും ഒരു പെരുമഴ ലഭിക്കുമ്പോൾ എല്ലാ സസ്യങ്ങൾക്കും ഒരുപോലെ ദൈവം തമ്പുരാന്റെ കൃപ ലഭിക്കും. ഇതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ സിംഹാസനത്തെ കുറിച്ചുള്ള കൺസെപ്റ്റിലും അതിന്റെ മുമ്പിലേക്ക് എത്തിച്ചേരാൻ എല്ലാ വിശ്വാസികൾക്കും ദൈവം അവസരം കൊടുക്കുക. അതിൽ എത്തിച്ചേരാനുള്ള കടമ ഓരോ മനുഷ്യന്റെയും അവനവന് ലഭിക്കുന്ന വിസ്ഡം, അവനവന് ലഭിക്കുന്ന ടാലന്റ്, അവനവന് ലഭിക്കുന്ന അവസരങ്ങൾ, ഇതിനെ എപ്രകാരം ഉപയോഗപ്പെടുത്തുന്നു അതിന്റെ വെളിച്ചത്തിലേക്കാണ് ഈ വിഷയം വീണ്ടും പ്രതിപാദിക്കുന്നത്. ആൻഡ് ദ ഫൈനൽ വൺ, ദ ഗ്രേറ്റ് ട്രിബുലേഷൻ. ഇതൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ന്യായവിധി നമ്മൾ നിൽക്കുമ്പോൾ അതിനെക്കുറിച്ചും പാട്ടുകളുണ്ട്. ആ ദൈവസന്നിധിയിൽ നിൽക്കും ആ കള്ളനെ പോലെ എന്നൊരു പാട്ടൊക്കെ നമ്മൾ പാടും. പക്ഷെ നമ്മൾ പാടിക്കഴിയുമ്പോഴും നമ്മളെ ജസ്റ്റിഫൈ ചെയ്യും. നമ്മൾ എവിടെ തന്നെ കാണും? നമ്മൾ സ്വർഗത്തിൽ കാണും. പക്ഷെ പള്ളിയിൽ നമ്മുടെ കുറച്ചു പേരെ നമുക്കറിയാം, അവരൊന്നും ഒരു സാധ്യതയില്ല അവിടെ എത്താൻ. അങ്ങനെ ചിന്തിച്ചെങ്കിൽ ഉറപ്പിച്ചോണം, അങ്ങനെ ആര് ചിന്തിക്കുന്നു അവരൊരിക്കലും മേലോട്ട് പോകാൻ ചാൻസ് ഇല്ല. അതിലും നല്ലത് ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവില് അതൊരു കോർപ്പറേറ്റ് എഫേർട്ട്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥിക്കുന്ന സമയം നമ്മൾ എല്ലാവരെയും കൂടെ സമന്വയിപ്പിച്ച പ്രാർത്ഥനയിൽ വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കുന്നത്. കർത്താവിന്റെ സാന്നിധ്യമുണ്ട്, വിശുദ്ധന്മാരുടെ സാന്നിധ്യമുണ്ട്, മാലാഖമാരുടെ സാന്നിധ്യമുണ്ട്, വിശ്വാസികളായ മരിച്ചുപോയവരുടെ സാന്നിധ്യമുണ്ട്, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, നേതാക്കന്മാർ, ഗുരുക്കന്മാർ, പ്രത്യേകിച്ച് ഈ സെൻസർ വാഴ്ത്തുന്ന സമയമുണ്ട്. ആ വാഴ്ത്തി കഴിഞ്ഞ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ വാഴ്ത്തി കഴിയുമ്പം പറയും, സഭയിലെ വിശ്വാസികളായ എല്ലാവർക്കും വേണ്ടി, ഗുരുക്കന്മാർക്ക് വേണ്ടി, നേതാക്കന്മാർക്ക് വേണ്ടി, സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി, സഭയുടെ വിശ്വാസികളായി മരിച്ചുപോയ സകല വിശ്വാസികളായ പരേതർക്കും വേണ്ടി, ഇത്രയും പേർക്കും വേണ്ടിയാണ് ഈ ബലിയർപ്പണം നടത്തുന്നത്. അങ്ങനെയുള്ള സാധ്യതയെ ഈ ലോകത്ത് തന്നെ ഉറപ്പിക്കാൻ നമുക്ക് തരുന്നൊരു ചാനലാണ് സഭാജീവിതം. നമ്മുടെ അനുഷ്ഠാനം, നമ്മുടെ കൂദാശകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ജീവിതക്രമം, ഇതിനകത്ത് നിർത്തിക്കൊണ്ട് ഈ ന്യായവിധിയുടെ മുമ്പിൽ എത്തുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട നന്മയിലേക്ക് പ്രവേശിക്കുക, അതിനുള്ള ഒരുക്കവും അതോടൊപ്പം തന്നെ അതിന്റെ സൂചനകളെ കൃത്യമായി പഠിപ്പിക്കാനുമാണ് ഒരു ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ്. ഞാനിത് പറഞ്ഞ 8 വാക്കുകൾ പൊതുവായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്ന 8 വിഷയങ്ങൾ. ഇനി ഞാനതിനെ അല്പം കൂടി ഒന്ന് കംപ്രസീവ് ആക്കി കഴിഞ്ഞാൽ, ഒരു ഓർത്തഡോക്സ് പെർസ്പെക്റ്റീവിൽ ഇവിടെ അതുകൂടെ നമ്മൾ ചിന്തിക്കണം. കാര്യം നമ്മളൊരു ഓർത്തഡോക്സ് ഫെയ്ത്തിന്റെ ഡോക്ടറിന്റെ പിന്നിൽ അണിനിരക്കുന്നവരാകുന്നത് കൊണ്ട്, സോ വി ഹാവ് ടു ബി കൺസേൺഡ് അബൌട്ട് ഹൗ ദ ഓർത്തഡോക്സ് ചർച്ച് ഈസ് ഹാവിംഗ് ഓർ ഗിവിംഗ് a definition about this eschatological teaching that is connected with book of Revelation. അതിൽ പ്രധാനമായിട്ട് 6 കാര്യങ്ങളായിട്ടാണ് ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. ഒരു വിഷയത്തിൽ കൂടുതൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിൽ ഇത് മാത്രമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പുസ്തകത്തിലൂടെ ഞാൻ എടുക്കാൻ ശ്രമിച്ച വാക്കുകളിലൂടെ ക്രോഡീകരിച്ച കാര്യങ്ങളെ ഞാൻ 6ആയിട്ട് ചുരുക്കിയെന്ന് മാത്രം. The first one is the Christ return. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞ ചില പ്രാമാണിക അടിസ്ഥാന കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം ചെന്ന് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? എല്ലാവരും മ്യൂട്ടിലാണ്, എല്ലാവരും വീഡിയോയും ഓഫ് ആക്കിയേക്കുന്നുണ്ട്.
അവര് കട്ടലയിൽ നിദ്രയിലാണോ അതോ കാർ ഓടിക്കുകയാണോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ അങ്ങ് ഊഹിക്കുക, എല്ലാവരും ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്? ഭൂമിയുടെ അറ്റത്തോളം ചെന്ന് വിശേഷം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ എല്ലാവരെയും ശിഷ്യരാക്കണം. ഇങ്ങനൊരു ജോലി തന്നു. അതോടൊപ്പം തന്നെ ഒരു വാക്ക് പറഞ്ഞതാണ്, ഞാൻ ഇപ്പോൾ പിതാവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. പിന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വീണ്ടും വരും. വീണ്ടും പിന്നീട് പറഞ്ഞൊരു കാര്യമാണ്, എന്താ? വീണ്ടും വരുമ്പോൾ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് അതുവരെ കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കാനായിട്ട് ഞാനൊരാളെ അയക്കും. ആളിന്റെ പേരാണ് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ്. ഇത്രയും വിഷയം നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് വളരെ പ്രാമാണികമായിട്ടും അടിസ്ഥാനപരമായും വിശ്വസിക്കുന്ന ഒരു സഭയാണ് ഈ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തെറ്റിദ്ധാരണ വേണ്ട. ചിലരുടെയൊക്കെ ചിന്ത പെന്തക്കോസ്തുകാർ മാത്രമേ ഇത്രയും കഠിനമായിട്ടോ അല്ലെ ശക്തമായിട്ടോ അത് ആവശ്യപ്പെടാറുള്ളൂ. നമ്മുടെ സഭയിൽ അത്രയൊന്നും വലിയ പഠനം നമ്മൾ നടത്തുന്നില്ല. ഇത് നമ്മൾ തിരിച്ചും മറിച്ചും നമ്മുടെ ആരാധനയുടെ ഭാഗത്തിൽ ഗാനരൂപത്തിലും പ്രാർത്ഥനയുടെ രൂപത്തിലും കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ വിശ്വാസ പ്രമാണം അവസാനിക്കുന്നത് എങ്ങനെയാണ്? വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവന് വേണ്ടി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ഇതൊരു പ്രാർത്ഥനയാണ്. അതിന്റെ ഒന്നാമത്തെ ഖണ്ഡികയിൽ പിതാവാൻ ദൈവത്തോടുള്ള വിശ്വാസം നമ്മൾ ഉറപ്പിക്കുന്നു. രണ്ടാമത്തെ ഖണ്ഡികയിൽ അത് അല്പം വലുതാ, അത് കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ വ്യക്തമായ രൂപരേഖ കിട്ടാനാണ്. ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്, പിതാവാൻ ദൈവത്തിന് 4 വരിയേ ഉള്ളൂ, പുത്രനാൻ ദൈവത്തിന് 14 വരിയുണ്ട്, അതെന്താ വ്യത്യാസം? പിതാവാൻ ദൈവത്തെ നമ്മൾ അവതരിപ്പിക്കേണ്ട കാര്യമില്ല, ശക്തനായ ദൈവം. രണ്ടാമത് ആ മനുഷ്യാവതാരത്തിലൂടെ കർത്താവ് എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചു, എന്തൊക്കെയായിരുന്നു അതിന്റെ പർപ്പസ്, അത് കൃത്യമായി രേഖപ്പെടുത്താൻ രണ്ടാമത്തെ സ്റ്റാൻസയും. മൂന്നാമത്തെ സ്റ്റാൻസയിൽ സഭയെക്കുറിച്ചും അപ്പോസ്തോലിക പാരമ്പര്യത്തെക്കുറിച്ചും സഭയുടെ വ്യക്തമായ നിർവചനവും കൃത്യമായി പഠിപ്പിക്കുക. ഏകവും വിശുദ്ധവും കാതോലികവും അപ്പോസ്തോലികവുമായ സഭ. അപ്പൊ ഈ സഭയുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ഏറ്റുപറയുന്നു. പണ്ടൊക്കെ ഒരു ഇടക്കാലത്തൊക്കെ ഒരാൾ മാത്രം ഇത് പറയും. ഇപ്പൊ ജനങ്ങളെല്ലാം കൂടെ എന്തോ പറയും? ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ പിന്നീട് സഭ മനസ്സിലാക്കി, അപ്പൊ ഞങ്ങൾ വിശ്വസിക്കുന്നതേ ഉള്ളൂ, അതിന്റെ ഇടയ്ക്ക് നമ്മൾ പലരെയും നോക്കും, പള്ളി ആരെങ്കിലും വന്നോ, ഇന്ന് ആരൊക്കെ വരാതിരുന്നിട്ടുണ്ട്, ആരൊക്കെ നേരത്തെ വന്നിട്ട് മുമ്പിൽ കയറി പോയി, ആരാ പുറകെ പോയി, ആരൊക്കെ ഭൂസോയ പ്രാപിക്കാതിരുന്നത്, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് സഭ വീണ്ടും പറഞ്ഞു എല്ലാവരും കൂടെ ചൊല്ലാനായിട്ട്. ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ചൊല്ലുന്നത് അത് ഇംഗ്ലീഷ്, വി ബിലീവ് ഇൻ വൺ ട്രൂ ഗോഡ്. അല്ലെങ്കിൽ നമ്മൾ വിശ്വാസ പ്രമാണം മലയാളത്തിലല്ലേ നിഖ്യാ വിശ്വാസ പ്രമാണത്തിന്റെ ഒടുവിൽ 4-ാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് പാപമോചനത്തെക്കുറിച്ചും അതിന്റെ മാമോദീസ ഒരു പ്രാവശ്യമേ ഉള്ളൂ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയല്ല, കേൾക്കുന്നതിനെ ബോധ്യപ്പെടുത്താനല്ല. വി ആർ കൺവിൻസിങ് അവേഴ്സെൽഫ്, ഒന്നേ ഉള്ളൂ, അത് നമ്മൾ പ്രാപിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട് വരുവാനിരിക്കുന്ന ലോകത്തിലെ. സോ വി ആർ ടോക്കിംഗ് ആൻഡ് കൺഫേമിങ് ആൻഡ് കൺവിൻസിങ് അബൌട്ട് അഗെയിൻ ആൻഡ് അഗെയിൻ ദ സെയിം തിങ് ദാറ്റ് ഈസ് നോൺ ആസ് എസ്കറ്റോളജി. ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുക. പക്ഷെ നമ്മൾ ഇത്രയും പ്രാവശ്യം ഇത് ചൊല്ലിയിട്ടും ഒരിക്കൽ പോലെയും തോന്നിയിട്ടുണ്ടോ കർത്താവ് വരണമെന്ന് ആഗ്രഹിക്കാറുണ്ടോ? നാളെ രാവിലെ കർത്താവ് വരണം, ഇന്ന് ബ്ലാക്ക് ഫ്രൈഡേ ആണെന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും ഇന്നലെ എന്നോട് ചോദിച്ചാ ഇന്ന് ഷോപ്പിങ്ങിന് വരുന്നോ? അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്തോ പറ്റി? ഞാൻ പക്ഷെ എനിക്ക് വല്ലതും വാങ്ങിച്ചു തരാനാണെന്ന് അറിയാതെ ഒരു ബലഹീനനായ മനുഷ്യനായോട് ഞാൻ ചിന്തിച്ചു, അല്ല ബ്ലാക്ക് ഫ്രൈഡേ ആണ്. അപ്പൊ എന്തൊരു സന്തോഷമാണെന്നറിയോ? താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് താങ്ക്സ് ഗിവിംഗ് മീലാണ്. ബട്ട് ദർ ഇസ് എ ഹിസ്റ്ററി ബിഹൈൻഡ്. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോഴൊക്കെ we are not at all concerned about the real meaning of what is going on inside that particular topic. ഇതിലേക്കും കൂടെ വരണം, സ്വയം കൺവിൻസ്ഡ് ആകണം, ഇത് തലമുറകളിലേക്ക് കൊടുക്കുകയും ചെയ്യണം. ഇത് ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ 2 കാര്യം അതിൽ നടക്കും. ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവിൽ വ്യാഖ്യാനം നടക്കും, ഒപ്പം ഫേസ് സ്റ്റഡി നടക്കും. ഇപ്പൊ നമ്മൾ MMVS ആദ്യ ഭാഗത്ത് എല്ലാ വർഷവും ആദ്യം ചെയ്യുന്നത് ഒരു ബിബ്ലിക്കൽ സ്റ്റഡി, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ നടത്തും. അതോടൊപ്പം തന്നെ ചില സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഫേസ് സ്റ്റഡി. ഇത് നടക്കുന്നത് ഒരു ഫേസ് സ്റ്റഡിയാണ്. പണ്ട് നടക്കുന്നത് പന്തലുകളില്ല, ഓലയിൽ വന്ന് മനുഷ്യരും ഇരുന്നിട്ട് അത് എല്ലാ പള്ളിയിലും കൺവെൻഷൻ ഇല്ല, എല്ലാ സീസണിലും കൺവെൻഷൻ കിട്ടത്തില്ല. ദൂരെയുള്ള പള്ളിയാണെങ്കിൽ നമ്മൾ അവിടെ പോയിരുന്ന് സാദ്യ സിൽവേനി ആണെങ്കിലും ജോഷുവ അച്ഛനാണെങ്കിലും ചാക്കോ മാസ്റ്റർ ആണെങ്കിലും അല്ലെങ്കിൽ അന്നത്തെ സഭയിലെ ഈ വിജ്ഞാനം പകർന്നു തരുന്നവർ ഈ വിഷയം കൃത്യമായിട്ട് പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞു എല്ലാ പള്ളിയും ഒരു പള്ളിയേക്കാളും വലുതാകാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകത്തില്ല, അവിടുന്ന് ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോകത്തില്ല. വിശ്വാസം പഠനത്തെക്കാൾ ഉപരി
നമ്മളെ സന്തോഷിപ്പിക്കുന്ന പ്രസംഗങ്ങളിലേക്ക് മനുഷ്യനങ്ങ് മാറി. അതുകൊണ്ടാണ് ഈ ഫലിതം കൂടുതൽ ഉപയോഗിക്കുന്ന പ്രസംഗങ്ങൾക്ക് ഭയങ്കര സന്തോഷം, അവിടെ ആള് കൂടും. അതേസമയം എസ്കറ്റോളജിക്കൽ ടീച്ചിങ് എന്ന് പറഞ്ഞൊരു കൺവെൻഷൻ വെച്ച് നോക്കിക്കേ, അവിടെ ആള് വരത്തില്ല. പിന്നെ ആള് വരണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, അവരെ ഭീഷണിപ്പെടുത്തി ആ പ്രസംഗത്തിന് കൊണ്ടുവരണം. ഇത് കൃത്യമായിട്ട് ഉപയോഗിച്ചവരാണ് പെന്തക്കോസ്റ്റൽ സഭകൾ. അങ്ങനെ ഉപയോഗിച്ചതിന്റെ വെളിച്ചത്തിലാണ് ആ ഭീഷണിയിൽ ആരൊക്കെ കൺവിൻസ്ഡ് ആയോ അവരൊക്കെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് മാറ്റപ്പെട്ട് അപ്രകാരം പോവുകയും ചെയ്തു. പോട്ടെ, ഞാൻ ആ വിഷയം ദീർഘിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക. ദ ക്രൈസ്റ്റ് റിട്ടേൺ. സെക്കൻഡ് വൺ, ദ ലാം. കുഞ്ഞാട് എന്നൊരു കൺസെപ്റ്റ്, അത് സഭ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച് പറയുന്നത് പോലും നല്ല ഇടയൻ എന്നൊരു വാക്ക് പഠിപ്പിക്കുന്നു. ഒപ്പം തന്നെ ആ നല്ല ഇടയൻ ആയിരിക്കുന്ന പുത്രനാം ദൈവം നമുക്ക് വേണ്ടി ഒരു ബലിപീഠത്തിൽ ഒരു കുഞ്ഞാടിനെ പോലെ തന്നെ ബലിയായ ആൾ. ഇസഹാക്കിന്റെ കാര്യം നമുക്കറിയാം. മൊറിയാമലയിൽ വെച്ച് ഇസഹാക്ക് ഈ ബലിപീഠത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അപ്പൊ ആ രക്ഷപ്പെട്ടെങ്കിൽ പുതിയ നിയമത്തിൽ ഒരു കുഞ്ഞാട് നമുക്ക് വേണ്ടി ബലി അർപ്പിക്കപ്പെടുകയാണ്. ആ ബലിയർപ്പണം, അതുകൊണ്ടാണ് ആ ബലിയും ബലി അർപ്പകനും ബലി എല്ലാം ക്രിസ്തു തന്നെയാണ്. ആ ഒരു കൺസെപ്റ്റിൽ ദ ലാംബ് എന്നൊരു പദത്തെക്കുറിച്ച് എസ്കറ്റോളജിക്കൽ ടീച്ചിങ്ങിൽ വളരെ ഭംഗിയായി പഠിക്കുന്നു. വീണ്ടും ദ ഹെവൻലി ജെറുസലേം, അത് നേരത്തെ പറഞ്ഞതിനകത്തുണ്ടായിരുന്നു. ദ ന്യൂ ജെറുസലേം, സ്വർഗതുല്യമായ യെരുശലേം. യെരുശലേം എന്ന വാക്ക് നമുക്കറിയാം, ദ സിറ്റി ഓഫ് ഗോഡ്, ദ സിറ്റി ഓഫ് ഡേവിഡ് എന്നൊക്കെ പല പദം വ്യാഖ്യാനത്തിൽ ഈ ജെറുസലേം എന്ന പദത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ, ദ ഹെവൻലി ജെറുസലേം എന്ന് പറഞ്ഞാൽ അവിടെ വിവാഹ ജീവിതം അല്ലെങ്കിൽ വിവാഹത്തിന് കൊടുക്കുന്നില്ല, വിവാഹത്തിന് നൽകപ്പെടുന്നില്ല, കുടുംബ ബന്ധങ്ങളെക്കാൾ ഉപരി ദൈവവുമായിട്ടുള്ള സങ്കീർണമായ അല്ലെങ്കിൽ ഏറ്റവും നമുക്കൊരിക്കലും ഇൻസെപ്പറബിൾ ആക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ദൈവബന്ധം ആ ദൈവവും അല്ലെങ്കിൽ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ ഉണ്ടാകുന്ന ഒരു, അതെവിടെയാണോ അതിന് വിളിക്കുന്ന പേരാണ് ദ ഹെവൻലി ജെറുസലേം. അത് നമ്മളെ ഓർമ്മപ്പെടുത്താനാണ് നമ്മളെ എല്ലാ ആഴ്ചയും ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആ ദേവാലയത്തിലെ മദ്ബഹായിലേക്ക് നോക്കുമ്പം നമ്മൾ എന്താ കാണേണ്ടുന്നത്? സ്വർഗം. ഞാൻ ഈ രണ്ട് വർഷം മുമ്പ് നാട്ടിൽ ദേവാലയത്തിന്റെ ഒരു ഉൾവശത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ഹൈന്ദവനെ പരിചയപ്പെട്ടു. അദ്ദേഹം SNDP വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹൈന്ദവൻ. അപ്പൊ അദ്ദേഹം മദ്ബഹായുടെ പണികൾ മാത്രമേ ചെയ്യൂ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. അദ്ദേഹം ചെറുപ്പം മുതലേ ഒരാശാരിയാണ്. മക്കൾ 2 പേര് ആർക്കിടെക്റ്റ് ആണ്. വളരെ ഭംഗിയായിട്ട് ഈ കാര്യം ചെയ്യും. മുളന്തുരുത്തിക്കാരനാണ് പുള്ളി. അവിടെ ചെന്നു, ഞാൻ പായൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു വൈദികൻ, എന്നോടൊപ്പം ദേവാലയത്തിൽ ഒരു മനുഷ്യനും ഉണ്ട്. അപ്പൊ അദ്ദേഹം മദ്ബഹായെ കുറിച്ചൊക്കെ പറഞ്ഞ് ഞങ്ങൾ മദ്ബഹ പണിയുന്ന കാര്യം ഒരു വരിയെ പറഞ്ഞോളൂ. അദ്ദേഹം ഒരു അരമണിക്കൂർ മദ്ബഹ എന്താണെന്നൊരു ക്ലാസ് അങ്ങ് എടുത്തു. ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നു, വെള്ളം കുടിച്ചില്ലെന്നേ ഉള്ളൂ. കാരണം ഹൈന്ദവനായ ആ മനുഷ്യന്റെ മുമ്പിൽ മനസ്സിൽ ഒരു മദ്ബഹായെ കുറിച്ചുള്ള സങ്കല്പം എന്റെ സങ്കല്പത്തിനേക്കാൾ 100 മടങ്ങ് വലുതായിരുന്നു. ഈ സങ്കല്പം എവിടെ നിന്ന് ചോദിച്ചാൽ ദ ഹെവൻലി ജെറുസലേം. അവിടെ ധൂപാർപ്പണമുണ്ട്, ബലിപീഠമുണ്ട്, കർത്താവിന്റെ രക്ഷാകരമായ ജനന സ്ഥലമാണ്, മരിച്ചടക്കപ്പെട്ട സ്ഥലമാണ്, കർത്താവിന്റെ ജീവിതം ഹോമിക്കപ്പെടുന്ന സ്ഥലമാണ്, പാപപരിഹാരം നൽകുന്ന സ്ഥലമാണ്, നമ്മുടെ എല്ലാ അപേക്ഷകളെയും സമർപ്പിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലം സ്വർഗതുല്യമായിട്ട് നിലനിൽക്കുവാൻ നമ്മൾ പ്രതീകാത്മകമായി പഴയ നിയമ പുതിയ നിയമ പശ്ചാത്തലത്തിലാണ് ഈ മദ്ബഹയെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ മദ്ബഹ ഉൾപ്പെടുന്ന ആ കെട്ടിടത്തെ നമ്മൾ വിളിക്കും ദേവാലയം. ആ ദേവാലയവും നമ്മൾ താമസിക്കുന്ന വീടും തമ്മിൽ ഞാൻ കാണുന്ന ഒരേ ഒരു വ്യത്യാസം, ഈ മദ്ബഹ ഉള്ള ആ ബിൽഡിംഗ് എപ്പോഴും ജീവനുള്ളതാണ്. നമ്മളുടെ വീട് ജീവനുള്ളതാകുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ നമ്മൾ വീട്ടിൽ കയറുമ്പോൾ മാത്രമേ ഉള്ളൂ. ഒരാൾ മാത്രം, ഇപ്പൊ ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ്, അപ്പൊ ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഒരു ഫോൺ വരുമ്പം ഒരു ശബ്ദം ഇതിനകത്ത് ഉണ്ടാകും. അല്ലെ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ശബ്ദമില്ല. വീടുകളിൽ കുടുംബമായിട്ട് താമസിക്കുന്നവർക്ക് ആ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം തമ്മിൽ സംസർഗം ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ അവിടെ ഒരു ജീവനുണ്ട്. ഇപ്പൊ നമ്മൾ അതും നഷ്ടപ്പെടുത്തി നമ്മളിങ്ങനെ ജീവൻ ഉണ്ടെന്ന് തോന്നിക്കുന്ന ഒരു ഡിവൈസിനോട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിന് ജീവനില്ല. ആരോ അതിലൂടെ നമ്മൾ മിണ്ടുമ്പോൾ അല്ലെ കാണുമ്പോൾ നമുക്കത് ജീവനുള്ളതായിട്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞത്, ജീവനുള്ള ഒരു കെട്ടിടമാണ് ദേവാലയം. അതിൽ പ്രധാനപ്പെട്ട ദേവാലയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഈ പുത്തൻ ജെറുസലേം എന്ന് വിശേഷിപ്പിക്കുന്ന മദ്ബഹ. ആ മദ്ബഹായെയാണ്. അതുകൊണ്ടാണ് ഈ ദേവാലയം പണിയുമ്പോൾ ഒരിക്കലും മദ്ബഹായിലെ ത്രോണോസ്
ഞാൻ കേട്ടിട്ടുള്ളതും പിതാക്കന്മാരിൽ നിന്ന് അറിഞ്ഞിട്ടുള്ളതുമായ ഒരു അറിവാണ്. പരിശുദ്ധ മാത്യു സ്തുതിയും ബാവായും എപ്പിഫാനിയോസ് ഇതിനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാരും സ്പോൺസർ ചെയ്യാനായിട്ട് സമ്മതിക്കാറില്ല. കാരണം ബലിപീഠം സ്പോൺസർ ചെയ്യാനുള്ളതല്ല, നേർച്ചയായും കൊടുക്കാനുള്ളതല്ല. അത് ആ സമൂഹത്തിൽ ആരാധനയ്ക്കായി കടന്നു വരുന്ന മുഴുവൻ പേർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ദേവാലയത്തിന്റെ പടിഞ്ഞാറേ വാതിലെ കട്ടല നമുക്ക് കൊടുക്കാം, സ്പോൺസറായിട്ട് ഫാൻ കൊടുക്കാം, പക്ഷേ മൈക്ക് സെറ്റ് കൊടുക്കാം, കാർപ്പറ്റ് കൊടുക്കാം. പക്ഷെ ബലിപീഠം നേർച്ചയായി കൊടുക്കാൻ സാധാരണ നൽകാറില്ല എന്നൊരു ചിന്ത ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പങ്കുവെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വീണ്ടും ദ ഫോർത്ത് വൺ, ദ ബാറ്റിൽ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ. നന്മയും തിന്മയും തമ്മിൽ ഒരു വലിയ പോരാട്ടമുണ്ട്. ഇപ്പം നമ്മൾ ഇതുണ്ടെന്ന് നമുക്കറിയാമെങ്കിലും ഇപ്പൊ കൂടുതലും ജയിക്കുന്ന ഏതാ? നന്മയാണോ തിന്മയാണോ? ആർക്കെങ്കിലും ഉത്തരം പറയാം, പക്ഷെ ആരെയും കാണുന്നില്ല. ആകെ രണ്ടുപേരുടെ കണ്ണ് മാത്രം എനിക്ക് കാണാം. ബാക്കി ആരും ഇടയ്ക്കൊക്കെ സംസാരിച്ചായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടത്തിൽ നന്മയാണോ തിന്മയാണോ ജയിക്കുന്നത്? പക്ഷേ ഇതിപ്പോ തുടങ്ങിയതല്ല. ഇത് പ്രപഞ്ചം ഉണ്ടായപ്പം മുതലേ ഹൗവയ്ക്ക് സാത്താൻ എന്തോ ചൂണ്ടിക്കാണിക്കുന്നത്? വളരെ നിറമുള്ള അല്ലെ ആകർഷണമുള്ളൊരു ഫലം കാണിച്ചു കൊടുത്തു. അപ്പൊ ആകർഷണീയം എന്ന് തോന്നിപ്പിക്കുന്ന എന്ത് കാര്യം കണ്ടാലും നമ്മൾ അതിൽ തന്നെ വീഴും. അതല്ലേ ബ്ലാക്ക് ഫ്രൈഡേ. ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണെങ്കിലും ഇന്ന് പോയി ആ തിരക്കിനിടയിൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ പറയും അത് ലാഭത്തിൽ കിട്ടി, അതൊരു വലിയ സന്തോഷമാണ്. പക്ഷെ അതിന്റെ വിലയെക്കുറിച്ചോ അതിന്റെ ക്വാളിറ്റിയെക്കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. ഇതൊരു ബിസിനസ് ടെക്നിക്ക് കൂടെയാ. ചിലപ്പോൾ നല്ലത് കിട്ടുമായിരിക്കാം, ചിലപ്പോൾ നല്ലത് കിട്ടത്തില്ലായിരിക്കാം. പക്ഷെ ഈ ഒരു ടെക്നിക്ക് എപ്പോഴും, അതുകൊണ്ട് റാപ്പ് ചെയ്ത് വരുന്ന ഏത് സാധനവും നമുക്ക് ആകർഷണീയമാണ്. സുഗന്ധം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഏത് സംഭവവും നമുക്ക് ആകർഷണീയമാണ്. ഈ കൊച്ചുങ്ങളെയൊക്കെ കളിപ്പിക്കാൻ വേണ്ടി ഓരോ മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സാധനം. ഇന്നലെ ഞാൻ വൈകിട്ട് വീട്ടിൽ പോയപ്പം ആ ചെന്ന വീട്ടിലേക്ക് വന്നവരെല്ലാം കൊണ്ടു കൊടുത്തത് ഈ ക്ലേ പോലൊരു സാധനം. എനിക്ക് അതിന്റെ പേരറിയാൻ പാടില്ല. ഞാൻ ഇന്നലെ അത് ഗൂഗിൾ ചെക്ക് ചെയ്ത് നോക്കി അത് എന്തൊക്കെയാ കണ്ടന്റ് എന്ന്. അതിനകത്ത് ഫ്ലോർ ഉണ്ട്, പിന്നെ എന്തിന്റെയോ ഫ്ലോർ, ഒപ്പം കുറെ ജെല്ലിന്റെ ഏതോ മെറ്റീരിയൽ ഉണ്ട്, നല്ലതും ചീത്തയുമായ കുറെ സാധനങ്ങളുടെ ഒരു കണ്ടന്റ്. പക്ഷെ നമുക്ക് തൊടുമ്പോൾ ഒരു കൗതുകമാണ്. അതുകൊണ്ട് പല സാധനവും ഉണ്ടാക്കാം. ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല ആ വാക്ക് തന്നെ. ആ സംഭവം കൊടുക്കുമ്പം നമ്മൾ അറിയാതെ അട്രാക്ഷൻ ആകും. അതുപോലെ തന്നെയാണ് അപ്പനും അമ്മയും മക്കളെ സ്നേഹിക്കാനായിട്ട് സമയം കുറഞ്ഞു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാം? കുറച്ചുപേര് അവർക്ക് ടി വി ഇട്ട് കൊടുക്കും. എന്നിട്ട് കുറച്ചു നേരം കഴിയും പറയും ഈ ടി വി നിർത്താൻ ഞാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. അപ്പനും അമ്മയ്ക്കും കൃത്യമായ സമയത്ത് സ്നേഹം കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മൊബൈൽ എടുത്ത് കുറച്ചു നേരം കുഞ്ഞിനെ കളിപ്പിക്കാൻ തുടങ്ങും. അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് പിന്നെ അച്ഛൻ ചെല്ലുമ്പോൾ എന്ത് പറയുന്നു പറയും? അച്ഛനൊന്ന് പറഞ്ഞു കൊടുക്കുക ഈ മൊബൈൽ ഒന്ന് നിർത്താൻ. അപ്പൊ കൊച്ചുങ്ങള് അച്ഛൻ്റെ ഇരിക്കുന്ന മൊബൈൽ കാണുമ്പോൾ കണ്ട് അച്ഛനെ നോക്കാം, ഞങ്ങൾക്ക് മാത്രം നോക്കിക്കൂടെ എന്ന് ചോദിച്ച കുട്ടികളെ എനിക്കറിയാം. അപ്പൊ ഞാനിത് കുറ്റപ്പെടുത്താനല്ല, ജസ്റ്റ് ടു തിങ്ക്. ഈ നന്മയും തിന്മയും തമ്മിലുള്ള ഒരു വടംവലി, അതിനെക്കുറിച്ചുള്ള ഒരു വലിയ ശക്തമായ നിലപാട് ഈ എസ്കറ്റോളജിക്കൽ ടീച്ചിങ്ങിനകത്ത് നിശ്ചയമായിട്ടും ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നമുക്കുണ്ട്. അതിൽ വിജയിക്കുന്ന ഒരു കാലഘട്ടം അതാണ് പുത്തൻ യെരൂശലേം. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, ദ ചർച്ച്, സഭ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് ഒരു പുത്തൻ മാനദണ്ഡം ഉണ്ടാകുക. ഇപ്പൊ നമ്മൾ സഭ എന്നൊരു വാക്കെടുത്താൽ ഒരു 4-5 ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റും. ദ ചർച്ച് എന്നൊരു വാക്കിന് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദാറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് ബേസിക് ഡെഫിനിഷൻ ഓഫ് ദ വേർഡ് ചർച്ച്. എക്ലീസിയ. പിന്നീട് പറയാൻ പറ്റുന്നത് ഇറ്റ് ഇസ് എ നെയിം ഓഫ് എ ഡിനോമിനേഷൻ. ഇറ്റ് ഇസ് എ ബിൽഡിംഗ് ദാറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫോർ വർഷിപ്പ്. പിന്നെ ഉണ്ട് ഇറ്റ് ഇസ് എ പ്ലേസ് ഓഫ് ഫെലോഷിപ്പ്. ഇങ്ങനെ പല വാക്കുകള് സഭ എന്നൊരു വാക്കിനെ കുറിച്ച് പറയാൻ പറ്റുമെങ്കിൽ ഈ എസ്കറ്റോളജിക്കൽ ടീച്ചിങ്ങിനകത്ത്, പ്രത്യേകിച്ച് റെവലേഷൻ, ദ ബുക്ക് ഓഫ് റെവലേഷനകത്തോട് പറയുന്നത് ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭം. അതായത് ഒരിക്കലും തീർന്നു പോകാത്ത സുഗന്ധം. ചിലപ്പോഴൊക്കെ പറയും പള്ളിക്കകത്തോട്ട് കയറുമ്പം നല്ലൊരു മണമുണ്ട്, അച്ഛൻ ഇങ്ങോട്ട് വന്നപ്പം നല്ലൊരു മണമുണ്ട്, അല്ലെ കുന്തിരിക്ക അച്ഛൻ്റെ കയ്യിലുണ്ടോ, അച്ഛൻ കുന്തിരിക്ക എടുത്തായിരുന്നു. അപ്പൊ ഒരു സുഗന്ധത്തെ കുറിച്ച്, പക്ഷെ കുറച്ച് കഴിയുമ്പം ആ സുഗന്ധം അങ്ങ് മാറിപ്പോവുക. പക്ഷേ ദ ചേർച്ച് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എസ്കറ്റോളജിക്കകത്ത് ഡിഫൈൻ ചെയ്യുന്നത് അതിന് ആദ്യവും അന്ത്യവും ഇല്ല, അല്ലെങ്കിൽ തുടക്കവും ഒടുക്കവും ഇല്ലാത്തൊരവസ്ഥയിൽ എവർ ലാസ്റ്റിംഗ്, എപ്പോഴും ഒരുപോലെ ആയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇത് മാറ്റപ്പെടുന്നു. ഈ ഒരു കൺസെപ്റ്റ് ആണ് ദ ചേർച്ച്. ദാറ്റ് മീൻസ് ബീയിങ് ടോട്ടലി കണക്റ്റഡ് ഓർ എൻറിച്ച്ഡ് വിത്ത് ദ പ്രസൻസ് ഓഫ് ഗോഡ്. അപ്പൊ ആ അർത്ഥത്തിൽ, പക്ഷെ നമുക്ക് അതൊക്കെ ഇത് മനസ്സുകൊണ്ട് ഓർക്കുമ്പോൾ തന്നെ
നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, നമുക്ക് ഈ അമേരിക്കയിൽ നിന്ന് ഓരോ സ്ഥലവും കണ്ടു കഴിയുമ്പോൾ ദ ബെസ്റ്റ് പ്ലേസ് ഇൻ അമേരിക്ക, അല്ല ഏതെങ്കിലും സ്ഥലത്തോട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് ദ മെയിൻ അട്രാക്ഷൻസ് ഓഫ് മെക്സിക്കോ, ദ മെയിൻ അട്രാക്ഷൻസ് ഓഫ് കാലിഫോർണിയ, ദ മെയിൻ അട്രാക്ഷൻസ് ഓഫ് ടെക്സസ് എന്നൊക്കെ കൊടുക്കുമ്പം ഈ ലോകപരമായ ചില പ്രധാനപ്പെട്ട നമ്മളെ കണ്ണിനെയും മനസ്സിനെയും സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കടന്നു വരുമെങ്കിൽ the main attraction is the heavenly feeling. It's an everlasting feeling. And the final one, the meaning of this generation. ഇന്നത്തെ തലമുറയിൽ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും തലമുറ മാറിക്കൊണ്ടിരിക്കുക. ആ തലമുറയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അവസരം അത് എങ്ങനെ ഉപയോഗിക്കുന്നുവോ അതനുസരിച്ചാണ് നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത്. അതിനുവേണ്ടിയാണ് ശലോമോൻ ദൈവത്തോട് ചോദിച്ചൊരു ചെറിയ ചോദ്യമുണ്ട്, ഒരു കുഞ്ഞു കാര്യമേ ചോദിച്ചോളൂ. എന്താ ചോദിച്ചേ? ഐ നീഡ് വിസ്ഡം. വിസ്ഡം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ് ഓർ എ ഗ്രേറ്റ്നെസ് ഓർ എ വെർച്യൂ ദാറ്റ് ഈസ് ഗിവൺ ബൈ ഗോഡ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് ഈസ് റൈറ്റ് ആൻഡ് വിച്ച് ഈസ് റോങ്. ഇത് നമുക്കെല്ലാം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ എന്നുള്ളത് എന്നെക്കുറിച്ച് സംശയമാണ്. ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാറില്ല, കർത്താവേ എനിക്ക് വിസ്ഡം തരണമേ. കുർബാനയിൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഒരു വാക്കുണ്ട്, വിവേക ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ വിവേകത്തോടു കൂടി എന്നൊരു വാക്ക് പലപ്പോഴും പല പ്രാർത്ഥനകളിലും ഇത് ആവർത്തിച്ച് വരാറുണ്ട്. എന്നാൽ ഈ തലമുറയിൽ നമ്മളെയും മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വാക്കാണ് സംതിങ് കണക്റ്റഡ് വിത്ത് ദ വേർഡ് വിസ്ഡം. നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ പ്രാർത്ഥനയിൽ അല്പസമയം അതിനുവേണ്ടി മാറ്റി വെക്കണം. നമ്മളൊക്കെ വാചക പ്രാർത്ഥനയൊക്കെ നടത്തുമ്പം പ്രാർത്ഥിക്കുന്നതിന്റെ ഓരോ സെന്റൻസിന്റെ ഇടയിലും തേങ്ങ പോലെ എന്തിടുമെന്നറിയോ? പുട്ടിന്റെ ഇടയിൽ തേങ്ങ വെക്കുന്ന പോലെ കർത്താവേ ഞങ്ങളുടെ കുടുംബത്തെ കാത്തുകൊള്ളണമേ കർത്താവേ. പിന്നെ 2 വാക്ക് പറയുമ്പോൾ നമ്മൾ കർത്താവേ, അത് പറയുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞേ, പക്ഷെ ഈ കർത്താവിന്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലും ഇറങ്ങി വരാറില്ല വിവേക ബുദ്ധിയുള്ളവരാക്കണമേ, ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്നവരാക്കണമേ. ആ ജ്ഞാനത്തിലേക്ക് വളരുവാനുള്ളൊരു ആഗ്രഹവും ഈ എസ്കറ്റോളജിക്കൽ ടീച്ചിങ്ങിനകത്ത് നിശ്ചയമായിട്ടും ഉണ്ടാകണം. അപ്പൊ ആ വിഷയമാണ് ഞാൻ പിന്നീട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ 2 പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇതിനെ അവതരിപ്പിച്ചു. ദ ഫസ്റ്റ് വൺ ഈസ് ദ കോമൺ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ് ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ടേം എസ്കറ്റോളജി. സെക്കൻഡ് വൺ ദ ഓർത്തഡോക്സ് പെർസ്പെക്റ്റീവ്. ഇത് രണ്ടും ചില വാക്കുകളിൽ വ്യത്യാസമുണ്ട്, എന്നാൽ ചില സബ്ജക്റ്റുകൾ നമ്മൾ അതുപോലെ കഠിനമായിട്ട് എടുത്തു വെക്കുന്നതിന് പകരം കോമൺ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെയാണ് സഭയുടെ ഡോക്ട്രിൻസിനകത്ത് ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ക്ലാസ്സിന്റെ അവസാന ഭാഗത്തേക്ക് വരിക. അപ്പം നിങ്ങൾ ഒരു അവയർനെസ് മാത്രമേ ഇതിനകത്തുനിന്ന് ഒടുക്കിയെടുക്കാനായിട്ട് എനിക്ക് സാധ്യതയുള്ളൂ. തുടർ പഠനത്തിന് നിങ്ങൾ തയ്യാറാകണമെങ്കിലേ ഈ പഠനം പൂർത്തീകരിക്കാൻ പറ്റൂ. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ എസ്കറ്റോളജി എന്ന വാക്കും ബുക്ക് ഓഫ് റെവലേഷൻ നമ്മൾ വ്യാഖ്യാനിച്ചെങ്കിൽ ഇത് 2 രീതിയിൽ ഈ എസ്കറ്റോളജിയെ പലപ്പോഴും സഭകൾ എടുത്തു വെച്ച് പ്രധാനമായി കാണാറുണ്ട്. ഒന്ന്, the mythical type of eschatology and the historical type of eschatology. Mythical എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സംതിങ് കണക്റ്റഡ് വിത്ത് മിത്ത്, ഒരു വിശ്വാസ സംഹിതയാണ്, പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ളൊരവസ്ഥ. അപ്പൊ നമ്മൾ കർത്താവിന്റെ 2ാമത്തെ വരവ് നമുക്കത് ബിബ്ലിക്കൽ ടീച്ചിങ്ങിലൂടെ പഠിക്കാം. ഒപ്പം നമ്മൾ ചെറുപ്പം മുതലേ നമുക്ക് കിട്ടിയ കാറ്റക്കിസം ട്രെയിനിങ്ങിലൂടെ നമുക്ക് പഠിക്കാം. നമുക്കുണ്ടായ ഒരു കൺവിൻസിങ് കപ്പാസിറ്റിയിലൂടെ നമുക്ക് പഠിക്കാം. ഇതിലൂടെ മാത്രമേ നമുക്ക് കർത്താവ് 2ാമത് വരും എന്നുള്ള ചിന്തയെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ. അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൺസെപ്റ്റ് വെറൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ശരിയല്ലേ? കൂദാശ അത് തന്നെ. ഇപ്പൊ കൂദാശയ്ക്കായിട്ട് മാമോദീസ തൊട്ടിലേക്ക് കൊച്ചിനെ വെച്ച് അതിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന ഇന്റർപ്രിട്ടേഷൻ കർത്താവിനോടുകൂടെ മരിച്ച് കർത്താവിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ദൈവം മാതാപിതാക്കളിലൂടെ നൽകിയ കുഞ്ഞിനെ സഭയിൽ കൊണ്ടുവന്ന് നൽകുമ്പോൾ യേശു കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടുപോയതുപോലെ തന്നെയാണ് കൊണ്ടുവന്ന് ആ ദേവാലയ പ്രവേശനത്തിലൂടെ സഭ അതിനെ വിശുദ്ധീകരിച്ച് അതിനെ വളർത്താൻ മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു. ഇതാണ് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാമോദീസ. വിശ്വാസി അല്ലാത്തവനോ കൊച്ചിനെ കുളിപ്പിച്ചു, ദാണ്ട് അച്ഛനകത്തോട്ട് കൊണ്ടുപോയി, ഏതാണ്ട് എണ്ണയും തേച്ചു, കൊച്ചിനെ വിട്ടു. കുർബാന അനുഭവിക്കാനായിട്ട് വരുമ്പം ചില മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ തുറപ്പിക്കുന്നത് ഞം തരാം, പാപ്പം തരാം, ഒന്ന് തുറന്നേ എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അവരെ വിശ്വസിച്ചതും ആ രീതിയിൽ തന്നെയാണ്. പക്ഷെ അതിന് പകരം അവിടെ സംഭാഷണത്തെക്കാൾ ഉപരിയായി നമ്മൾക്ക് ആംഗ്യ ഭാഷ പോലും മതിയാകുമെന്ന് എൻ്റെ വിചാരം. ആ കൊച്ചിന്റെ തുറപ്പിക്കാൻ പറ്റും. അല്ലെ ഒരു തുള്ളി വെള്ളം ഏറ്റവും കൊണ്ട് കൊടുത്താൽ മതി. ഈ കുർബാന അനുഭവിക്കാൻ വരുന്ന മുതിർന്നവർ
നിറഞ്ഞ കണ്ണുനീരോടുകൂടി വന്നത് അനുഭവിച്ചിട്ട് പോകും. ഒരു വരുമ്പം തന്നെ ഒരു സ്ലോ മോഷനിലാണ് വരുന്നത്. ചെല്ലു വരുന്നത് ഏതാണ്ട് അച്ഛൻ എന്തോ പകുത്തോണ്ട് വരുന്നുണ്ടെന്നാ പിന്നെ അത് ഇച്ചിരി കഴിച്ചിട്ട് പോയേക്കാം. ചിലർ നോക്കുന്നത് അവരൊക്കെ പോന്നെങ്കിൽ പിന്നെ എനിക്കൂടെ പോയേക്കാം. ഇതാ ഞാൻ പറഞ്ഞത്, ഈ നമുക്കുണ്ടാകുന്ന ഒരു കൺവിൻസിങ് കപ്പാസിറ്റി ഉണ്ട്. ഇറ്റ് ഈസ് ത്രൂ ദ ഫെയ്ത്ത് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് എ പേഴ്സൺ. അതിനുള്ള കുറെ കണക്ഷൻ ഞാൻ പറഞ്ഞു. നമ്മുടെ കാറ്റഗിസം ഹെൽപ്പ് ചെയ്യും, നമ്മുടെ പേരൻസിന്റെ കൺവിക്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മൾ പരസ്പരം ഉണ്ടാക്കുന്ന ചില ധാരണകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊടുക്കുന്ന കൺവിക്ഷൻ, ഒപ്പം നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു കാമ്പ്, ഒരു കോർ ഗ്രൂപ്പ് നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമത്തെ വിഭാഗമാണ് ഹിസ്റ്റോറിക്കൽ. ഒരു ചരിത്ര സംഭവമായിട്ട്, ഇപ്പൊ കർത്താവ് ജനിച്ചത് ഒരു ചരിത്ര സംഭവമാണ്. കൃത്യമായിട്ട് പറയുന്നത് സെന്റ് മാത്യു ചാപ്റ്റർ 2 വായിച്ചാൽ അതിന്റെ ഹിസ്റ്റോറിക്കൽ ക്രോണോളജിക്കൽ ഓർഡറിൽ ജീനിയോളജി അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞങ്ങോട്ട് വിവരിക്കുക. അപ്പൊ അത് സെന്റ് ലൂക്കിലും പറയുന്നു, സെന്റ് മാർക്കിൽ അല്പം പറയുന്നു, സെന്റ് മാത്യു സെന്റ് ലൂക്കുമാണ് കൂടുതൽ വിശദീകരിക്കുന്നത്. എന്നാൽ സെന്റ് ജോണിലേക്ക് വരുമ്പോൾ പ്യുവർലി ദറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് തിയോളജിക്കൽ മാറ്റർ. എന്താ പറയുന്നത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ദൈവം വചനത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം ആ ജനിക്കപ്പെട്ട ക്രിസ്തു ആദിമ സഭയത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രാമാണിക വാക്കാണ് ദൈവം വചനമായിരുന്നു, ആ വചനം ജഡമായി തീർന്നു. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കപ്പെടണമെങ്കിൽ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ പാർട്ടിലേക്കും വേണമെങ്കിൽ ഈ എസ്കറ്റോളജിയെ കണക്ട് ചെയ്യാം. ഇതുപോലെ ഒരു സംഭവം ഇനി ഉണ്ടാകും. അപ്പൊ അതിന് കന്യകമറിയാമിനെ പോലെ ആരെയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? അങ്ങനെ വേണേൽ ചിന്തിച്ചൊരു ഹിസ്റ്റോറിക്കൽ കണക്ഷൻ ഉണ്ടാക്കാം. അതല്ല, സ്വർഗത്തിലേക്കാണ് പോയത്, അപ്പൊ സ്വർഗത്തിൽ നിന്ന് തന്നെ താഴേക്ക് വരും, കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിക്കുകയിൽ ആ മേഘങ്ങളുടെ ഇടയിലേക്ക് യേശു ക്രിസ്തു എടുക്കപ്പെട്ടു. ഈ വിഷയം പോലെ തന്നെ തിരികെയും ഒരു വിഷയ പഠനമായിട്ട് ഇതിനെ ചരിത്ര ഗ്രന്ഥമായിട്ട് അല്ലെ ചരിത്ര പ്രാമാണിക മൂല്യങ്ങളായിട്ട് മാറ്റി വേണമെങ്കിൽ ഈ എസ്കറ്റോളജിയെ ചിത്രീകരിക്കാൻ പറ്റും. The first one is something connected with the faith and experience, and the second matter or dimension is something connected with the historical matters. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്, മരണം എന്നൊരു സംഭവം അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ മരണത്തോടൊപ്പം ഒരു ന്യായാധിപന്റെ രൂപത്തിൽ നമ്മളെ ന്യായം വിധിക്കുവാൻ കർത്താവ് വരും. സ്വർഗവും നരകവും, അല്ലെങ്കിൽ ദൈവത്തോട് കൂടെയുള്ള വാസവും ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ഇടയാക്കുന്ന ഒരു വാസവും, ഈ രണ്ട് ചിന്തകൾക്കും നമ്മളെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ബോധ്യപ്പെടുത്താൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മളിപ്പോ പഠിക്കാൻ ഇച്ചിരിയെങ്കിലും ശ്രമിച്ചത്. ഒരു കടല് പോലെയുള്ള സബ്ജക്റ്റിനെ ഞാൻ ഇവിടെ നിന്ന് ഗാൽവെസ്റ്റൺ മാപ്പ് കാണിച്ചതുപോലെ ഉള്ളൂ. ഗാൽവെസ്റ്റണിന്റെ അടുത്ത് ചെല്ലുമ്പോഴേ മനസ്സിലാവൂ. ആദ്യം തോന്നും നമുക്ക് ആ തൊട്ടടുത്ത് അപ്പുറത്തോ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ കീ വെസ്റ്റ് ചെന്ന് നിൽക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 90 മൈൽസ് കഴിഞ്ഞാൽ വേറൊരു രാജ്യത്ത് ചെല്ലാം. പക്ഷെ അവിടെ നിന്നാൽ കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കന്യാകുമാരി ചെന്ന് നിൽക്കുമ്പോൾ പറയും ഇവിടെ നിന്നാൽ നേരെ നോക്കിയാൽ മതി ശ്രീലങ്ക കാണാം. പക്ഷെ ശ്രീലങ്ക കാണാൻ പറ്റത്തില്ല, പക്ഷെ പോയാൽ കാണാം എന്ന് പറയുന്നത് പോലെയാണ് എൻ്റെ ക്ലാസ്സിനെ ഞാൻ വിലയിരുത്തുന്നത്. ഇറ്റ്സ് ഓൺലി എ സ്റ്റാർട്ടിങ് ഓർ ആൻ ഇൻട്രൊഡക്ഷൻ ഫോർ സംതിങ് ദറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് മൈ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മൈ റീഡിങ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ച വാക്ക് എസ്കറ്റോളജി ആൻഡ് റെവലേഷൻ. ഈ രണ്ട് വാക്കിലൂടെ നമുക്ക് കുറച്ചും കൂടെ ഒരു തെളിവുണ്ടാകണം. എനിക്ക് ഒറ്റ വാക്കാ പറയാനുള്ളത്, ഇറ്റ്സ് എ സെൽഫ് കൺവിക്ഷൻ പ്രോഗ്രാം. നമുക്ക് ഒരു പുതിയ ജീവിതം ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ തുടർച്ചയായി മറ്റൊരു ജീവിതമുണ്ട്. പ്രത്യേകിച്ച് മരിക്കുന്നവരെ കുറിച്ച് നമുക്ക് ഭയങ്കര, ഇപ്പൊ എന്റെയും പ്രിയപ്പെട്ട ഒരാളിൽ മരിച്ചാൽ എനിക്ക് സങ്കടം ഉണ്ടാകും, അതൊരു വലിയ വ്യഥയാണ്, നികത്താൻ പറ്റാത്തൊരു പ്രയാസമായിട്ട് തോന്നുമെങ്കിലും അതിനുശേഷം വീണ്ടും കണ്ടുമുട്ടാൻ നമുക്കൊരു ഇടമുണ്ട്. എല്ലാവർക്കും കൂടെ കയറി നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ്. ആ സ്പേസിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സബ്ജക്റ്റാണ് എസ്കറ്റോളജി. അപ്പൊ കുറച്ചുകൂടെ നമുക്കൊരു പ്രത്യാശ ഉണ്ടാകുന്നത്. എനിക്കിപ്പോ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴും ഈ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നിയത് മരിച്ചാലും കുഴപ്പമില്ല, നമ്മളെല്ലാം ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നവരും ക്ലാസ്സിൽ കയറാത്തവരും എല്ലാം കൂടെ ഒരു സമയത്ത് നമ്മൾ കണ്ടുമുട്ടാൻ ദൈവം ഒരു അവസരം തരും. ദാറ്റ് മേക്സ് ദ സ്റ്റഡി ഓഫ് ദ ടീച്ചിങ്സ് ഓഫ് എസ്കറ്റോളജി സംതിങ് കണക്റ്റഡ് വിത്ത് ദ ബുക്ക് ഓഫ് റെവലേഷൻ. പ്രത്യേകിച്ച് ഈ പുസ്തകത്തിലെ 4 മുതൽ 22 അധ്യായം വരെ എല്ലാം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് വരുവാനിരിക്കുന്ന സംഭവങ്ങളെ എല്ലാം ഒരു സ്വപ്നത്തിലൂടെ വിഭാവനം ചെയ്യുക. നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്വപ്നം യോഹന്നാൻ പത്മോസ് ദ്വീപിലിരുന്ന് കാണുകയാണ്. അപ്പൊ ആ യുഗാന്ത്യം വെളിപാട് പുസ്തക വീക്ഷണത്തിൽ എന്ന ചിന്തയാണ് നമ്മൾ പങ്കുവച്ചത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചെന്നെ വലയ്ക്കരുത്.
എങ്കിലും ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ പറയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഞാൻ ഗുരുക്കന്മാരോട് ചോദിച്ചിട്ട് മറുപടി പറയാം. അതുകൊണ്ട് ആദ്യമേ ഞാൻ ജാമ്യം എടുക്കുക. കാര്യം എൻ്റെ സബ്ജക്റ്റ് അല്ലായിരുന്നു, എങ്കിലും ഇത് ഞാൻ ഒരു കടമായിട്ട് ഇടാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറിയും ലിനി കൊച്ചമ്മയും അവർ പ്രാർത്ഥിച്ചിട്ട് എന്നെ ഏൽപ്പിച്ചത് അച്ഛൻ തന്നെ എടുക്കാനായിട്ട്. അപ്പൊ അവരോടുള്ള പ്രത്യേകമായ സ്നേഹം അറിയിക്കുന്നു. ഇത്രയും പേര് ഇതിനകത്ത് പങ്കെടുക്കാൻ വന്നതിലുള്ള പ്രത്യേകമായ സന്തോഷം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ നിർത്തുകയാണ്. സോ എനിത്തിങ് കണക്റ്റഡ് വിത്ത് ദിസ് പർട്ടിക്കുലർ ടോപ്പിക് ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഫ്ലോർ ഓപ്പൺ ആക്കുന്നു. സോ യു ക്യാൻ റേസ് യുവർ ക്വസ്റ്റ്യൻസ് ഇഫ് യു ഹാവ് എനിത്തിങ്.